കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു രാവിലത്തേക്കുള്ളൊരു ചായക്ക് കൂട്ടാനുള്ളൊരു കടിയാണ്. ഇന്നിപ്പോൾ ചെയ്യുന്നത് ഓട്ടട കുത്തപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തലേന്ന് കുതിർത്ത് വെച്ച പച്ചരിയാണ്. നല്ല 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ, ഒരു 2 സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട്. തലേന്നത്തെ ചോറ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇനി പുതിയ ചോറ് വെച്ചതാണെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്, ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. ഈ ഒരു ലെവലിൽ കിട്ടണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഓരോ നാട്ടിലേക്ക് ഓരോ രീതിയാണല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മൾ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു കലത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാകുമ്പോൾ ഒഴിക്കാനും സുഖമാണല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് ചൂടാൻ വെച്ചതാണ്, ഓട്ടട ചട്ടി. അപ്പോൾ അതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അടുപ്പത്ത് ചോറ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണേ. അതിന് ശേഷം ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കോഴിമുട്ട ഇട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട്, പക്ഷേ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുക 2 രീതിയിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അത് കോഴിമുട്ട ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 2 തവി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ, ചട്ടിയിലേക്ക്. അപ്പോൾ എനിക്ക് ഈ ഒരു കൈ കൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടോ, കുത്ത് വരുന്ന സമയത്ത് നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേവാൻ വെക്കേണ്ട, അത് പെട്ടെന്നായി കിട്ടുന്നതാണ്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആവും. പക്ഷെ അധികം തീ ഇടരുത്, തീ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് തീ മാത്രം ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആയോ എന്ന് നോക്കുക കേട്ടോ. കണ്ടോ, ഒരുപാട് ടൈം ഇട്ടിട്ടുണ്ടെങ്കിൽ സൈഡിൽ കരിഞ്ഞ് വരിക. അപ്പം ഇങ്ങനെ പുക വരുന്നുണ്ട് ഉള്ളിൽ കൂടെ. അപ്പോൾ കരിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് ഒഴിക്കേണ്ട, 2 തവി ഒഴിച്ചാലും മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മീൻ കറീൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കുക, അല്ലാണ്ട് ചിക്കൻ കറി വേറെ എന്ത് കറീൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഒരു സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓട്ടട എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.